അസ്ഥിരമായ മിഡിൽ ഈസ്റ്റ് ലാൻഡ്സ്കേപ്പിൽ നടക്കുന്ന പ്രാദേശിക സംഘടനകളുടെ പശ്ചാത്തലത്തിലും തന്ത്രപരമായ സഖ്യങ്ങളെ ചൂഷണം ചെയ്യാതെ എല്ലാവരോടും വളരെ മികച്ച ബാലൻസിംഗ് നയം ഇന്ത്യ നിർവഹിക്കുന്നതായി കരുതപ്പെടുന്നു. ഇസ്രായേലും ഗാസയും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം പുറത്തു വന്നിരുന്നു. അതായത് ഇസ്രായേലിൽ നിന്നുള്ള ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായ ഇന്ത്യ പ്രദേശത്തെ വിഴുങ്ങുന്ന അസ്ഥിരമായ പ്രതിസന്ധിയിൽ ജൂതരാഷ്ട്രത്തിലേക്കുള്ള അമ്മുനേഷൻ വിതരണത്തിനുള്ള നിർണായക ശക്തിയായി ഉയർന്നു വന്നു. ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഹമാസും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ യുദ്ധോപകരണങ്ങളുടെ തന്ത്രപരമായ വിതരണക്കാരനെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ നിർണായകമായതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഈ സൂക്ഷ്മമായ ആയുധ നയതന്ത്രം അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ നടന്ന ഒരു വമ്പൻ നയതന്ത്ര നീക്കമായിരുന്നു. എന്നാൽ ശ്രദ്ധേയമായ ഒരു സംഭവവികാസത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് 27 ടൺ അമ്മുനേഷൻ ഉൾപ്പെടെയുള്ള ഗണ്യമായ കാർഗോ കൊണ്ടുപോകുന്ന ഒരു ഡാനിഷ് പതാകയുള്ള ഒരു വ്യാപാര കപ്പൽ സ്പെയിനിൽ തുറമുഖ സൗകര്യങ്ങൾ നിഷേധിച്ചതായി വാർത്തകൾ പുറത്തുവന്നു. ഇതാദ്യമായാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്ന് സ്പാനിഷ് തുറമുഖത്ത് പോർട്ടുകോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ നിന്നുമുള്ള കപ്പൽ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കപ്പലായിരുന്നുവെന്നും ബ്രസൽസിൽ ഒരു പത്രസമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസ് ബ്രൂണോ വ്യക്തമാക്കുന്നു. അതേസമയം ശ്രദ്ധേയമായ ഒരു നീക്കത്തിന്റെ ഭാഗമായി 2024 മെയ് മാസത്തിൽ ഇസ്രായേലിന്റെ എതിരാളിയായ ഇറാനുമായി തന്ത്രപരമായ ചാബഹാർ തുറമുഖം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള 10 വർഷത്തെ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചു. എതിരാളികൾക്കിടയിലുള്ള ഈ സങ്കീർണമായ നീക്കം മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യയുടെ നയതന്ത്ര തന്ത്രത്തിന്റെ സങ്കീർണതകൾ എടുത്തു കാണിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകിച്ച് ഇറാനിലെയും ഇസ്രായേലിലെയും താൽപര്യങ്ങൾ സന്തുലിതമാക്കാൻ ഇന്ത്യ ശ്രമിച്ചു പോരുന്നു. സംഘർഷം രൂക്ഷമാകുമ്പോഴും തന്ത്രപരമായ സഖ്യങ്ങളുടെയും പ്രാദേശിക സ്ഥിരതയുടെയും കാര്യത്തിൽ ഇന്ത്യ മികച്ച നീക്കങ്ങൾ നടത്തുന്നുവെങ്കിലും ആയുധ കയറ്റുമതിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ദുർബലമായ സമാധാന പ്രക്രിയയുടെ വിശാലമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇറാനും ഇസ്രായേലും പണ്ട് മുതലേയുള്ള സ്വാഭാവിക എതിരാളികളല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അവരുടെ സമകാലിക ശത്രുത പ്രധാനമായും ഭൗമരാഷ്ട്രീയ ഘടകങ്ങളെക്കാൾ മതപ്രത്യയശാസ്ത്രത്തിൽ വേരൂന്നിയതാണ്. കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ ഉഭയകക്ഷി തർക്കങ്ങളോ ഭൂമിയോ വിഭവ സംഘർഷങ്ങളോ ഉണ്ടായിട്ടില്ല. സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുകയും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ എന്നിവയിലൂടെ ഇറാൻ മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ ഇറാനിൽ വൻ മിസൈൽ ആക്രമണം നടത്തി ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിക്കുന്നതുൾപ്പെടെ ഇസ്ഫഹാൻ സൈനിക താവളത്തിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. എന്നാൽ സൈനിക വിദഗ്ധർ ഈ ആക്രമണത്തെ പ്രതീകാത്മകമായി വിശേഷിപ്പിച്ചതിനാൽ ഇതൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് തിരികൊളുത്തിയിരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ സംഘർഷങ്ങൾ നൂതന സാങ്കേതിക വിദ്യ, അർദ്ധസൈനിക സേന, പരസ്പര ശത്രുത എന്നിവയാൽ സവിശേഷമായ ഒരു സംഘടനത്തിന്റെ ഭീതി ഉയർത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റിന്റെ ഗണ്യമായ ഭാഗങ്ങൾ നശിപ്പിക്കാനും ആഗോള സമ്പദ് വ്യവസ്ഥയെ തടസ്സപ്പെടുത്താനുമായി അമേരിക്കയും മറ്റുള്ളവരെയും പോലെയുള്ള വൻ ശക്തികളെ ആകർഷിക്കാനും ഈ സംഘടനത്തിന് കഴിയുമായിരുന്നു. ഇന്ത്യയും ഇസ്രായേലും വിവിധ പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ സുപ്രധാന പങ്കാളിത്തം പങ്കിട്ടുപോരുന്നു. കൂടാതെ ഇസ്രായേൽ ഇന്ത്യയുടെ മികച്ച ആയുധ വിതരണക്കാരിൽ ഒന്നാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ വാർഷിക റിപ്പോർട്ടുകൾ പ്രകാരം ഈ പ്രശസ്ത ഇസ്രായേലി പ്രതിരോധ ഭീമന്റെയും ആയുധ നിർമ്മാതാക്കളുടെയും പ്രാഥമിക വിദേശ ഉപഭോക്താവാണ് ഇന്ത്യ നിലവിൽ. ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ അമ്മുനേഷനുള്ള ഇസ്രായേലിന്റെ ആവശ്യത്തിൽ ശ്രദ്ധേയമായ വർധനവുണ്ടായതായി സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അമ്മുനേഷൻ നൽകി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിച്ചു. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ്, ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റംസ് എന്നിവയുടെ സംയുക്ത സംരംഭമായ അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇസ്രായേലിലേക്ക് യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഈ കയറ്റുമതിയിൽ ഇന്ത്യൻ എയ്റോ സ്ട്രക്ചറുകളും സബ്സിസ്റ്റങ്ങളും 20-ലധികം ഹെർമസ് 900 UAV ഡ്രോണുകളും ഉൾപ്പെടുന്നു. കൂടാതെ സർക്കാർ ഉടമസ്ഥതയിലുള്ള മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് 2024 ജനുവരിയിൽ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സംഭവവികാസങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അമേരിക്കയോട് ഉപരോധ ഭീഷണികളും ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ഈ നിലവിലെ ഇടപെടലും പോലും ഇറാൻ ഇന്ത്യയോടുള്ള പിന്തുണയ്ക്ക് തടസ്സമായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ മേഖലയിലെ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകളുടെ സങ്കീർണത പ്രതിഫലിപ്പിക്കുന്ന ചാബഹാർ തുറമുഖം പോലെയുള്ള കരാറുകളിൽ ഇന്ത്യ ഇറാനുമായി ഇടപഴകിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായി ഇറാനിയൻ തുറമുഖമായ ചാബഹാർ കൈകാര്യം ചെയ്യുന്നതിനുള്ള 10 വർഷത്തെ കരാറിൽ 2024 മെയ് മാസത്തിൽ ഇന്ത്യ ഒപ്പുവെച്ചു. ഇറാനിലെ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ചാബഹാർ തുറമുഖം വലിയ ചരക്ക് കപ്പലുകൾക്ക് സൗകര്യപ്രദവും സുരക്ഷിതമായ പ്രവേശനവും വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യക്ക് ഏറ്റവും അടുത്തുള്ള ഇറാനിയൻ തുറമുഖമാണ്.
ഇറാൻ സർക്കാരുമായി സഹകരിച്ച് തുറമുഖത്തിന്റെ ആദ്യഘട്ടമായ ഷാഹിദ് ബെഹെഷ്തി ടെർമിനൽ ഇന്ത്യ സജീവമായി വികസിപ്പിച്ചു പോരുന്നു. കരാർ പ്രകാരം ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാന്റെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും തുറമുഖത്തിന്റെ ദീർഘകാല വികസനത്തിന് പ്രതിജ്ഞാബദ്ധമാണ്. ഇറാന്റെ റോഡ്സ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് മന്ത്രി മെഹർദാദ് ബസർപാഷ് പറയുന്നതനുസരിച്ച് ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ഏകദേശം $120 മില്യൺ നിക്ഷേപിക്കുകയും കൂടാതെ $250 മില്യൺ അധിക ധനസഹായവും നൽകുന്നത് വഴി മൊത്തം $370 മില്യൺ ഇറാനിൽ നിക്ഷേപിക്കുന്നു. 2016 തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചതോടെയാണ് ചാബഹാറിൽ ഇന്ത്യയുടെ ഇടപെടൽ ആരംഭിച്ചത്. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാൻസിറ്റ് കോറിഡോർ കരാർ അഥവാ ചാബഹാർ കരാർ സ്ഥാപിക്കുന്നതിനായി 2016 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിൽ ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഒരു ത്രികക്ഷി കരാർ രൂപപ്പെട്ടിരുന്നു. ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് അതിന്റെ അനുബന്ധ സ്ഥാപനമായ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ചാബഹാർ ഫ്രീ സോൺ വഴി 2018 ഡിസംബർ 24 ചാബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. തുറമുഖ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഇതിനോടകം തന്നെ $25 മില്യൺ 6 മൊബൈൽ ഹാർബർ ക്രെയിനുകളും മറ്റുപകരണങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 90,000 TU കണ്ടെയ്നർ ട്രാഫിക്കും 8.4 MMDയിലധികം ബൾക്ക് ജനറൽ കാർഗോയും ചാബഹാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മനുഷ്യത്വപരമായ സഹായത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ച് COVID-19 പാൻഡമിക് സമയത്ത് 2.5 ദശലക്ഷം ടൺ ഗോതമ്പും 2000 ടൺ പയർവർഗ്ഗങ്ങളും ഇന്ത്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് ട്രാൻസ്ഷിപ്പ് ചെയ്തു. 2021 ഇന്ത്യ 40,000 ലിറ്റർ പരിസ്ഥിതി സൗഹൃദ കീടനാശിനിയായ മാലത്യൂൺ ചാബഹാർ വഴി വെട്ടുക്കിളി ബാധയെ ചെറുക്കാൻ ഇറാനിലേക്ക് അയച്ചിരുന്നു. പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഇന്ത്യൻ കാർഗോകൾ എത്തിക്കുന്നതിനുള്ള നിർണായക ഗതാഗത മാർഗമാണ് ചാബഹാർ തുറമുഖം. പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ഈ പാത ഇന്ത്യക്ക് തന്ത്രപരമായ ബദലായി ഉയർന്നു വന്നു. മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യയുടെ സങ്കീർണമായ ബാലൻസിംഗ് നിയമം ഈ മേഖലയിലെ അതിന്റെ സങ്കീർണമായ തന്ത്രത്തെ അടിവരയിടുന്നു. പ്രതികൂല സമയങ്ങളിൽ ഇന്ത്യയെ വിശ്വസ്ത സുഹൃത്തായി വീക്ഷിച്ച് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇസ്രായേലും ഇറാനും താൽപ്പര്യപ്പെടുന്നു. ഈ ശക്തമായ ബന്ധത്തിൽ ഓരോ രാജ്യവും അവരുടെ താൽപ്പര്യങ്ങൾ പിന്തുടരുന്നു. എന്നിരുന്നാലും ഇന്ത്യ മിഡിൽ ഈസ്റ്റിന്റെ വിശാലമായ തന്ത്രപരമായ വീക്ഷണമാണ് നിലവിൽ സ്വീകരിച്ചു പോരുന്നത്. സൗദി അറേബ്യയുമായും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായും ബന്ധം വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ സമീപനം ഉഭയകക്ഷി ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. ഇന്ത്യയുടെ സമഗ്രമായ തന്ത്രപരമായ പരിഗണനകളിലുള്ള ഈ മേഖലയുടെ നിർണായക പങ്കിനെ ഈ നീക്കങ്ങൾ അടിവരയിടുന്നു. കഴിഞ്ഞ ദശകത്തിലെ ഇന്ത്യൻ നയതന്ത്രത്തിന്റെ ഏറ്റവും വിജയകരമായ മേഖലകളിലൊന്നാണെങ്കിലും മിഡിൽ ഈസ്റ്റ് ഇന്ത്യയുടെ നയതന്ത്ര തന്ത്രങ്ങൾക്ക് നിരന്തരമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം.